ഡിജിറ്റൽ ജനറേഷൻ എന്നറിയപ്പെടുന്ന ആളുകളാണ് 21ാം നൂറ്റാണ്ടിലെ യുവജനങ്ങൾ. പഴയ തലമുറയ്ക്ക് അജ്ഞാതമായിരുന്ന നിരവധി സാങ്കേതിക വിദ്യയും ശാസ്ത്രീയ വിജ്ഞാനവും കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഫേസ്ബുക്കും ട്വിറ്ററും വാട്സപ്പും ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിലൂടെ യുവജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്നു. അത് ലോകരാജ്യങ്ങളുടെ അതിരുകൾക്കപ്പുറത്ത് ലോകമെങ്ങും ചിതറിപ്പാർക്കുന്ന മലയാളികൾക്ക് വലിയ ശൃംഖല ഉണ്ടാക്കാൻ കഴിയും. അത് തിന്മയ്ക്കായും നന്മയ്ക്കായിട്ടും ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെ പരിഹസിക്കുവാനും ദൂഷണം പറയുവാനും കുറ്റപ്പെടുത്തുവാനും വ്യക്തിവിരോധങ്ങൾ തീർക്കാനും ചില ആളുകൾ ഈ മാർഗം ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് നിന്ന് വൈകുന്നതുകൊണ്ട് ഞാനും ഇറങ്ങും. നല്ല തീർച്ചയായിട്ടും ഇറങ്ങും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും. പച്ചത്തെറിയും തന്തയ്ക്കും മറ്റേടത്തും മറിച്ചിടത്തും എല്ലാം ഞാനും വിളിച്ചു തുടങ്ങും. ആൾക്കാരും കൊണ്ട് ഞാൻ വിളിച്ചിറങ്ങും. പെന്തക്കോസ്റ്റൽ ഫ്രീ തിങ്കേഴ്സ് എന്ന ഈ പ്രവർത്തനം ചില യൗവനക്കാരുടെ ഹൃദയത്തിൽ ദൈവം നൽകിയ വെളിച്ചമാണ്. സുതാര്യമായ നിലയിൽ വെൽ ബാലൻസ്ഡ് ആയിട്ട് സഭയ്ക്ക് വേണ്ടി, സഭയുടെ തത്വങ്ങൾക്ക് വേണ്ടി പുറമേ കണ്ട് സ്നേഹത്തിൽ നിൽക്കുന്നവന്മാരൊന്നും ഒരു മൈരന്മാരും സത്യമല്ല. നീ അത് മനസ്സിലാക്കി. നീ അത് മനസ്സിലാക്കോ. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു വിശ്വസ്തനും ഇല്ല. പ്രത്യേകിച്ച് തിരുവചന ഉപദേശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിന്റെ അച്ഛൻ പോടാപുല്ലേ നിന്റെ പെണ്ണുമ്പിള്ളടുത്ത് ചോദിച്ചാൽ മതി. ഏകദേശം 30,000-ഓളം യുവജനങ്ങൾ ലോകമെങ്ങും പാർത്തുകൊണ്ട് ഇതിൽ പങ്കാളികളാകുന്നു. ദൈവനാമഹത്വത്തിനു വേണ്ടി നിന്റെ അച്ഛൻ പോടാപുല്ലേ നിന്റെ പെണ്ണുമ്പിള്ളടുത്ത് ചോദിച്ചാൽ മതി. ഇതൊക്കെ കാണുമ്പോ ഈ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികള് MBFTയുടെ തനിനിറം പുറത്തു വിടുന്നതായിട്ടുള്ളതായ ഒരു രംഗമാണ് ഈ ക്ലിപ്പിലൂടെയൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തിന്റെ ഉദ്ദേശമാണെന്ന് അറിയുന്നില്ല. നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്താണെന്നൊന്നും പിടികിട്ടുന്നില്ല. നീ കടിച്ചു മുറിക്കുമായിരിക്കും. കടിച്ച് പരിചയമുള്ളവനല്ലേ നീ. പെന്തക്കോസ്റ്റൽ ഫ്രീ തിങ്കേഴ്സ് ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് പരിശുദ്ധാത്മാവിന്റെ എല്ലാ ഗൈഡൻസും ദൈവം നൽകട്ടെ. ഇപ്പൊ ഇതിനകത്തുള്ള ആൾക്കാരുടെ എണ്ണം അറിയണം, അതിനകത്തുള്ള ആൾക്കാരുടെ ജാതകം അറിയണം, അവരുടെ തന്തയുടെ തള്ളയുടെ അയലത്തെ ചേച്ചിമാരുടെ അറിയണം, അവരാരാന്നറിയണം. ലാലു ബ്രദറെ, ഈ ഗ്രൂപ്പ് IPCV സപ്പോർട്ടിന് വേണ്ടി തുടങ്ങിയിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് ഇതിനകത്ത് തെറി വിളിക്കാനോ അടിയുണ്ടാക്കാനോ ആണെങ്കിൽ നിങ്ങളൊക്കെ പെന്തക്കോസ്തുകാരാന്ന് പറയുന്നത് തന്നെ വളരെ നാണക്കേടാണ്. ഒക്കെ ഇതിൽ നിന്ന് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് നല്ലത്, നല്ല രീതിയിൽ സംസാരിക്കുക. നിന്റെ അച്ഛൻ പോടാപുല്ലേ അതാ പിന്നെ നീ പറഞ്ഞതുപോലെ തന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക. അവനെ തന്തയ്ക്കും തള്ളയ്ക്കും അല്ല, അവന്റെ മറ്റേടം ചവിട്ടി കയറണം. ചെറ്റത്തരം പറയുന്നതിന് ജാരസന്ധതി ആരാണ്? നിന്റെ തന്തയോ? അനുഗ്രഹം നൽകട്ടെ.